പ്രിയപ്പെട്ട സെബയെ തേടി നടക്കുകയാണ് വീട്ടുകാർ. പലയിടത്തും പലവട്ടം അന്വേഷിച്ചു. ഒടുവിൽ സെബയെ തിരികെ കിട്ടാൻ പത്രപരസ്യവും നൽകി കാത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കോഴിക്കോട് വെച്ച് നഷ്ടപ്പെട്ട വളർത്തുപൂച്ചയാണ് സെബ. ഞങ്ങളുടെ പൂച്ച സെബയെ കരുവശ്ശേരി കൃഷ്ണൻ നായർ റോഡിനും ബൈപ്പാസിനുമിടയിൽ കാണാതായി. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ അപേക്ഷ. പ്രിയപ്പെട്ട സെബയുടെ ഫോട്ടോയും ഒപ്പമുണ്ട്. നഷ്ടപ്പെടുമ്പോൾ കഴുത്തിൽ ചുവന്ന ബെൽറ്റും പിച്ചള നിറമുള്ള മണിയും ഉണ്ടായിരുന്നതായും കുറിപ്പിൽ പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാണ് സെബ. നമ്പറിൽ വിളിച്ചപ്പോഴാണ് അത്രമേൽ പ്രിയപ്പെട്ടവൾ മാത്രമല്ല, വീട്ടുകാർക്ക് കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് സെബ എന്ന് മനസ്സിലായത്. അതുവഴി കൊതുക് കയറും പെണ്ണേ. സെബ, നിന്റെ നഖം കൊണ്ട് നടന്ന് കൊതുക് വരുന്നു. കൊച്ചിയിൽ താമസമാക്കിയ വയനാട് സ്വദേശികളായ ബിജുവിന്റെയും ജ്യോതിയുടെയും മകൻ ജെയ്ബിന്റെയും കുടുംബത്തിലെ നാലാമതൊരാളാണ് സെബ. 3 വർഷമായി വീട്ടിലെ അരുമയായ കുറുമ്പുകാരി. നമ്മൾ എവിടെ പോയാലും ഒരു ചെറിയ ഡ്രൈവ് ആണെങ്കിൽ പോലും അമ്മ അവളെ കൊണ്ടേ പോകാറുള്ളൂ. അങ്ങനെ അവൾ അത്രയും കണക്റ്റഡ് ആയിരുന്നു. എപ്പോൾ വയനാട് പോയാലും അവൾ നമ്മുടെ കൂടെ നമ്മളുള്ളൊരാളായിട്ട് ഉണ്ടാവും. 25-ാം തീയതി അമ്മയും അമ്മച്ചിയും അമ്മയുടെ അനിയത്തിയും കൂടെ എറണാകുളം വൈറ്റില ചളിക്കവട്ടത്താണ് ഞങ്ങളുടെ വീട്. അവിടെ നിന്ന് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഒരു ബ്ലൂ ഇഗ്നിസ് കാറിലാണ് അവർ ട്രാവൽ ചെയ്തത്. നമ്മുടെ വണ്ടിയാണ്. അതിൽ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടാണ് പോവേണ്ടിയിരുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് വഴിതിരിച്ച് ലെഫ്റ്റിലോട്ട് വിട്ടു. അങ്ങനെ വണ്ടി നേരെ കൃഷ്ണൻ നായർ റോഡിലേക്ക് പോയി. അപ്പോൾ വഴി ചോദിക്കാനായിട്ട് ഗ്ലാസ് താത്തിയ സമയത്ത് ഇവൾ ഇറങ്ങിപ്പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെയൊക്കെ പോസ്റ്റർ എടുത്ത് ഒട്ടിച്ചു, ചോദിക്കാൻ പറ്റുന്നവരോടൊക്കെ ചോദിച്ചു, റെസ്ക്യൂ ടീമിനെ വെച്ച് നോക്കി, കണ്ടില്ല. അവളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. കാരണം അതേപോലെ ഞങ്ങളുടെ ജീവൻ്റെ ജീവനുമായിരുന്നു അവൾ. ആരെങ്കിലും അവളെ പറ്റി വല്ല വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. സെബയെ കൂടാതെ വീട്ടുകാർക്ക് ഊണും ഉറക്കവുമില്ല, യാത്ര പോലും ഒന്നിച്ച്. അങ്ങനെയൊരു യാത്രക്കിടയിലാണ് കഴിഞ്ഞ മാസം 25-ന് സെബയെ നഷ്ടമാകുന്നത്. സെബയെ ഏറെ തിരഞ്ഞു, പലരോടും ചോദിച്ചു. ഒടുവിലാണ് പത്രപരസ്യത്തിലേക്ക് എത്തിയത്. സെബ തിരിച്ചു വരുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വഴിയിൽ എവിടെയെങ്കിലും ഉറ്റവരെ തേടി അലയുന്ന കുഞ്ഞു സെബയെ കണ്ടാൽ നിങ്ങളും വീട്ടുകാരെ ഒന്നറിയിക്കുക. നമ്പർ 8891230027. സെബ എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവർക്കരികിലെത്തട്ടെ. ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.